ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല, തരുന്നതായിരിക്കും. കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് പെൻഡിങ്സ് വന്നിട്ടുള്ളത്, മനഃപൂർവ്വം വൈകിച്ചതല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് നോക്കാം. ഈ വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റീഡിംഗ് നിങ്ങൾ കാണുകയുള്ളൂ. ഈ വ്യക്തി സ്വയം നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തെ വിലയിരുത്തുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് എന്തോ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അറിയാത്തതായിട്ട് കിടക്കുന്നത് അത് ഈ റീഡിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു റീഡിങ് വന്ന് പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയായാൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. യെസ്, ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് എന്നാണ്. അതായത് വളരെയധികം ഒരു ഫ്ലവർ എനർജിയാണ് ഈ പേഴ്സണിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ലളിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ലളിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വളരെയധികം റഫായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പോൾ റഫായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും മറ്റുള്ളവരെ മനസ്സിലാക്കാതെ, മറ്റുള്ളവരുടെ പ്രാധാന്യം തിരിച്ചറിയാതെ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് റഫ് ക്യാരക്ടർ എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു മാറ്റവും കൂടിയാണ്. സത്യസന്ധമായിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പൊ സത്യസന്ധമായിട്ട് നിൽക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇത്രയും കാലം ഫേക്ക് ആയിരുന്നു എന്ന് നമുക്ക് അടിയുറച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എവിടേക്കോ ഈ പേഴ്സൺ ചില കള്ളത്തരങ്ങൾ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ അവസ്ഥ കൊണ്ടായിരിക്കാം, ഗതികേട് കൊണ്ടായിരിക്കാം, സാഹചര്യം കൊണ്ടായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പോൾ തേർഡ് പാർട്ടീനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭീഷണി കാരണമായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് സത്യസന്ധതയ്ക്ക് പ്രാധാന്യമുള്ളൂ എന്നും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു, ഞാൻ സത്യസന്ധനായി നിൽക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ മര്യാദക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയിട്ടുള്ള കള്ളങ്ങള്, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകള്, മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ സ്വന്തമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളിലേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ്, അത് വെറുതെ ഒരു തിരിച്ചുവരവല്ല, ഒരു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യെസ്, ടൈം, സമയം. ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ എന്നാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇങ്ങനെ പല സാഹചര്യത്തിലും സത്യസന്ധമായി പെരുമാറാതെയും നിങ്ങളോട് അത്രയും സത്യസന്ധതയോട് കൂടി പെരുമാറാതെ വന്നപ്പോൾ ഈ വ്യക്തി പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഈ പേഴ്സൺ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളായിട്ടുള്ള വിലപ്പെട്ട സമയം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അതൊന്നും ഈ പേഴ്സൺ ചെലവഴിക്കാതെ സത്യസന്ധമല്ലാത്ത രീതിയിൽ നിന്നുകൊണ്ട് മറ്റാർക്കൊക്കെയോ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വളരെ വിലപ്പെട്ട സമയമാണ് താൻ നഷ്ടപ്പെടുത്തിയതെന്നും
ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത്. ആ സമയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം പേടിയുണ്ട്. കാരണം സമയം ഭൂരിഭാഗവും നഷ്ടപ്പെടുത്താനായിട്ടുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ സ്വഭാവം തന്നെയാണ്. ഓക്കെ, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നത്. യെസ്, ഡാമേജ്, ഞാൻ നശിപ്പിച്ചു. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ഈച്ച് അതർ എന്നാണ്. ഫ്രം ദിസ്, അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, എസ്പെഷ്യലി ഇപ്പൊ നിങ്ങൾ സമാധാനപ്രിയരാണ്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ച് സമാധാനത്തിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ അടുത്തേക്ക് വന്നാൽ പോലും ഈ പേഴ്സൺ തെന്നി മാറും. നിങ്ങളായിട്ട് റിയൂണിയൻ നടക്കാനോ കോംപ്രമൈസ് ചെയ്യാനോ ഒന്നും സമ്മതിക്കൂല. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കൂല. ഇപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് മിണ്ടട്ടെ എന്നുള്ളൊരു വാശിയിൽ നിൽക്കും. എന്നാൽ എപ്പോ നോക്കിയാലും നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ അടുത്ത് വന്ന് മിണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ സ്വന്തം ഈഗോ കെട്ടിപ്പിടിച്ച് അതിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്ന് പോയിട്ട് ഈ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ച് നമ്മൾ കഴിയുകയാണ്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, 8 ഓഫ് കപ്സ് ആണ്. അതായത് വളരെയധികം സ്നേഹത്തിന്റെ ആ ഒരു കപ്പ് ഓഫ് ലവ്, ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം മറ്റാർക്കും കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി കൂട്ടി വെച്ചിട്ട് ഈ പേഴ്സൺ വേറെ എങ്ങോട്ടോ നടന്ന് നീങ്ങുകയാണ്. അതായത് ഈ പേഴ്സൺ ഒരു സംതൃപ്തി ഇല്ല. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ്, ഇവരുടെ കൂടെ, ആരുടെ കൂടെയാണെങ്കിലും ഈ പേഴ്സണ് ഒരു ഇരിപ്പുറപ്പിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? കാരണം ഈ പേഴ്സന്റെ ഹൃദയത്തിലെ സ്നേഹം മുഴുവനും, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഹൃദയം അത്രയും ഇഷ്ടപ്പെടുന്നത്, അത്ര കണ്ടും ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹമെല്ലാം ഈ പേഴ്സൺ മാറ്റി വെച്ചിട്ട് ഈ പേഴ്സൺ സ്പിരിച്വൽ പാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് വീട് വിട്ടിറങ്ങിപ്പോകാം, തൻ്റെ വളർത്തു നായയെ, അല്ലെങ്കിൽ വളർത്തു നായ ഉണ്ടാകാം, ഒരുപാട് പട്ടി, പൂച്ച, കോഴി ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പ്രാവുകള്, ബേർഡ്സ്, പാരറ്റ് ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. അവയെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഒറ്റപ്പെട്ടുകൊണ്ട് ചില സന്യാസ ജീവിതത്തിലേക്ക്, അതായത് സ്പിരിച്വൽ പാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ വീട്ടിലില്ല, അല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ പാതിരാത്രി കയറി വരാം, ഇല്ലെങ്കിൽ വീട്ടിൽ ഒട്ടും തന്നെ നിൽക്കാത്ത ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണ് സമാധാനപരമായിട്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാൻ തെറ്റുകാരനല്ല, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞ് ഇരിപ്പുറപ്പിച്ചിരിക്കാൻ ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ദാറ്റ് മീൻസ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് മനസ്സിലാക്കുകയും തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ മുഖത്ത് നോക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഉള്ള ഒരു തൻ്റെ ഇടമില്ല. പകരം ആള് സ്പിരിച്വൽ ജേണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ വീട്ടുകാരോടായിട്ട് പോലും ഈ പേഴ്സൺ ഒരുപക്ഷെ സംസാരിക്കാറില്ലായിരിക്കാം. ഓക്കെ, യെസ്, 10 ഓഫ് ഫയർ ആണ്. ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും കാര്യങ്ങളൊന്നുമില്ല. പകരം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മാനസിക അസ്വസ്ഥതകളും ആകാം. ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തു പോയ തെറ്റെന്താന്ന് വെച്ചാല് ഒരുപാട് സമ്പാദിക്കുന്നതിൻ്റെയും ഒരുപാട് ജോലി ചെയ്യുന്നതിൻ്റെയും ഒക്കെ തിരക്കിലായി പോയി. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരല്പമെങ്കിലും സമയം കണ്ടെത്താനോ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല. നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ കാല് പിടിച്ചു പോലും അപേക്ഷിച്ച് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത്. പക്ഷെ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയോ ഈ പേഴ്സൺ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാല് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ചിലപ്പോൾ 1-2 ജോലികളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ ടൈം വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് നേടി? ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും ശാരീരിക അസ്വസ്ഥതകളും മാത്രം കിട്ടുകയല്ലാതെ വേറെ എന്താണ് ഞാൻ ഇതിൽ നിന്ന് നേടിയത് എന്നാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ ഈ പേഴ്സൺ ജോലി ചെയ്ത കമ്പനി ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കാശൊക്കെ വേറെ ആൾക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും.
അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം കിട്ടാന്നല്ലാണ്ട് അവനവൻ എന്താണ് ഒരു ഗുണം കിട്ടിയത്, എനിക്കെന്താണ് ഇതിൽ നിന്നും മിച്ചം കിട്ടിയത്, ഹാപ്പിനെസ് കിട്ടിയത് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു നേരം കൊണ്ട് നിങ്ങളായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു മെന്റൽ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു, കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു, റൊമാൻസ് ചെയ്യായിരുന്നു എന്നൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഒരു പുനർജന്മത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ചിരുന്ന രീതികളെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു മനുഷ്യനായിട്ട് ജീവിതത്തിന്റെ പുതിയ ഒരു ചാപ്റ്റർ തുറന്ന്, പുതിയ ഒരു അധ്യായം തുറന്ന് അതിൽ ജീവിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്പർ 4 ആണ്. 4 എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബാലൻസിങ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ്. അപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ ബാലൻസ് അല്ലായിരുന്നു, ലക്ഷ്യമില്ലാത്ത, ഒരു ലക്ഷ്യവുമില്ലാതെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു എന്തോ ഒരു കാര്യത്തെ പോലെ ആയിരുന്നു ഈ പേഴ്സൺ. ഇപ്പോൾ ഈ പേഴ്സൺ പുനർജീവിക്കാൻ, അതായത് ഒരു പുനർജന്മ അല്ലെങ്കിൽ തൻ്റെ ഈ ജന്മത്തിൽ തന്നെ പുതിയൊരു രീതിയിൽ ജീവിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. പഴയ സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് താൻ എന്താണോ, എന്തൊക്കെ മണ്ടത്തരങ്ങളാണോ താൻ ചെയ്തിരുന്നത് അതെല്ലാം മാറ്റിവെച്ചിട്ട് വളരെ സിൻസിയർ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഇനി വേക്കപ്പ്, ഇറ്റ്സ് യുവർ മൂവ്മെന്റ് എന്നാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നത് വേക്കപ്പ്, ഉണരാനാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ ഇത്രയും കാലം ഇതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഈ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്. പക്ഷെ എങ്കിൽ പോലും കുറേയൊക്കെ പ്രതീക്ഷ വറ്റിപ്പോയ, അതായത് ഒരു തുള്ളി പോലും പ്രതീക്ഷ ഇനി ഇല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ചടഞ്ഞുകൂടിയൊക്കെ ഇരിക്കുകയാണ്, ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക, വളരെ ചാമിങ് ആയിട്ടിരിക്കുക. ഓക്കെ, ഹെൽത്ത്, സ്കിൻ കെയർ നോക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, റെയിൻബോ കിട്ടിയിട്ടുണ്ട്. പൂയം നാള്, 72 മണിക്കൂർ, 4ാമത്തെ ഡേറ്റ് 4-ാം തീയതി, 1-ാം തീയതി, ലെറ്റർ ഡി, സെപ്റ്റംബർ, അക്യൂറിയസ്, പവർഫുൾ ഇൻഡ്യൂഷൻ. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.